ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വെജ് കുർമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇടാം. പിന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതിന് കുറച്ച് ഐസൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ബീൻസ്, ഒരു 10-15 ബീൻസ്, പിന്നെ ഒരു ക്യാരറ്റ്, മീഡിയം സൈസുള്ള ക്യാരറ്റ്. പിന്നെ വേണ്ടത് കോളിഫ്ലവർ ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഈ 4 ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതിയാവും. ഓവർ കുക്ക് ആക്കരുത്. നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള നാളികേരമാണ് വേണ്ടത്. ഞാൻ കുറേയൊക്കെ ഇതിൻ്റെ പുറകുഭാഗം ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി പെരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് കഷ്ണങ്ങളായിട്ട് ഇതിലിടണം. ഈ ഒരു വലുപ്പത്തിലുള്ള നാളികേരം. സ്പൂണ് കസ്കസാണത്, പോപ്പി സീഡ്സ്. ഇത് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഞാൻ കുറച്ച് മുന്നേ കുതിർത്താനായിട്ട് ഇട്ടിരുന്നതാണ്. ഇപ്പോൾ കുതിർന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഊറ്റിയിട്ട് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലാണ്, സാധാരണ റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു പട്ട, പിന്നെ ഒരു ഏലക്ക, പിന്നെ ബേ ലീഫ്, വഴനയില, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം, ഇത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. ഇത് കരിഞ്ഞു പോകരുത്, ശ്രദ്ധിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കാവൂ. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക് ഒക്കെ ചേർക്കാം. അറിയാതെ തക്കാളി വീണുപോയി. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചക്കറിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വഴറ്റുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചതായാലും മതി, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട. ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് ആ റോ സ്മെല്ല് പോണ വരെ, പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരു പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറണം, ഒന്ന് വഴറ്റുക. നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്തിട്ട് ആ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് എണ്ണ തെളിയണം. വേണമെങ്കിൽ തുള്ളി വെള്ളം വേണമെങ്കിൽ തളിച്ച് കൊടുക്കാം, തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ. പിന്നെ ഒന്ന് അടച്ചു വെച്ചാലും മതി. ഒന്ന് അടച്ചു വെച്ചാൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് തക്കാളിയൊക്കെ ഇപ്പോൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ ഗരം മസാല ചേർക്കാം. അതൊന്ന് വഴറ്റുക. നമുക്കിതിലേക്ക് ഈ അരപ്പ് ചേർക്കാം. ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഈ കഷ്ണങ്ങൾ ചേർക്കാം. ഉപ്പൊക്കെ നോക്കുക പാകത്തിനാണോന്ന്. വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കാം. അത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കുറച്ചൊരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. എന്നിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പാല് ചേർക്കാം. ചൂടുള്ള പാല് ചേർക്കണം. ഇത് നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ലൊരു സ്വാദും കിട്ടും. നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കറിക്ക് നല്ലൊരു കൂടുതലൊരു കൊഴുപ്പും ഇതെല്ലാം കിട്ടും, ഒരു സ്വാദും കിട്ടും. സാധാരണ പാല് കേട്ടോ, പശുവിൻ പാല്, നാളികേരപ്പാലല്ല. നോർമൽ നമ്മൾ ചായക്കൊക്കെ എടുക്കുന്ന പാൽ തന്നെയാണ് ചേർത്തിക്കുന്നത്. ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്, 1/2 കപ്പ് മുഴുവൻ വേണ്ട, 1/2 കപ്പിന് കുറച്ച് കുറവ് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് 2-3 മിനിറ്റ് തിളക്കട്ടെ. ലേശം നേരം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ കുറുമയൊക്കെ റെഡിയായി. നല്ല ടേസ്റ്റാണത്. ഇപ്പോൾ പാലും കൂടി ഒഴിച്ചപ്പോൾ നല്ലൊരു സ്വാദും ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് അത്. ചില ആൾക്കാർ തൈര് ഒഴിക്കാറുണ്ട് കുറുമയിൽ. അപ്പം എനിക്കിത് ഇങ്ങനെയാണ് നല്ല കൂടുതൽ ടേസ്റ്റ്. ഞാൻ തൈര് ചേർത്തിട്ടും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. തൈര് ചേർത്തുള്ള കുറുമ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മുന്നത്തെ വീഡിയോ ആണ്. അത് അധികം ആരും കണ്ടിട്ടില്ല. നോക്കൂ, അതും ടേസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കൂ. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ മല്ലിയില വിതറാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി കുറുമ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.